കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് മാറാട് കലാപം. അപ്പം മാറാട് കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യരുത്, അതൊന്നും ഓർമ്മിപ്പിക്കരുത്, അത് മോശമാണ് എന്ന് ചിലരൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ട്. UDFകാരും ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില മതവർഗീയവാദികളും അതുപോലെ തന്നെ എം കാരശ്ശേരിയെ പോലെയുള്ള ചില സാഹിത്യകാരന്മാരും. എം കാരശ്ശേരിയെ അറിയാലോ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ, അതിൻ്റെ ഇരകൾ, പീഡിപ്പിക്കപ്പെട്ട ഇരകൾ പുറത്തു പറഞ്ഞപ്പം, ആ വിഷയം വന്നപ്പോൾ ആ ചെറുപ്പക്കാരൻ അങ്ങനെ നശിപ്പിച്ച് കളയരുത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കേണ്ട മനുഷ്യനാണ് എന്ന് പ്രവചിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്നവർ ബോധ്യപ്പെട്ടാൽ മതി. വിഷയം എന്താണ്? ആൻ്റണിയുടെ ഭരണകാലത്ത് ഉണ്ടായ മാറാട് ചർച്ച ചെയ്യരുത്, അത് AK ബാലൻ പറഞ്ഞു കളഞ്ഞു, പിണറായി പറഞ്ഞു കളഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ ആ വിഷയം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളുടെ ഓർമ്മശക്തിയെ പരീക്ഷിക്കരുത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുന്ന കാലത്ത് ഈ വിഷയം പുറത്തിട്ടത് ആരാണ്? ആൻ്റണിയാണ്. എന്താ അതിൻ്റെ കാരണം? ആ സമ്മേളന കാലത്താണ് CK ജാനു UDFിലേക്ക് വരുന്നത്. CK ജാനു UDFിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി മുത്തങ്ങ ചർച്ച ചെയ്യപ്പെട്ടു. ആൻ്റണിയുടെ കാലത്ത് നിരപരാധികളായ ആദിവാസികളെ വെടിവെച്ച് കൊന്ന പോലീസിൻ്റെ കഥ. ഒരാളെ കൊല്ലപ്പെട്ടുള്ളൂ, പിന്നീട് നിരവധി ആളുകൾ മരണപ്പെട്ടു എന്നൊക്കെ പറയുന്ന സംഭവം അത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായി മാറാട് വന്ന് ചർച്ചയിലേക്ക് വന്നു. മാറാട് ചർച്ചയിലേക്ക് വരാനുള്ള കാരണം മുത്തങ്ങ സംഭവം മാറാടും പറഞ്ഞപ്പോൾ ആൻ്റണി പറഞ്ഞു മാറാട് ചർച്ച ചെയ്യണം, മാറാടിൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വിടണം, അത് ചർച്ച ചെയ്യണം. അപ്പോൾ ആൻ്റണി പറഞ്ഞാൽ കുഴപ്പമില്ല. ആ കാലത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് AK ബാലനോ പിണറായിയോ പറഞ്ഞാൽ വലിയ കുഴപ്പം. മാറാട് വിഷയം വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പോൾ ആൻ്റണി പറഞ്ഞാൽ കുഴപ്പമില്ല, അതും അവിടെ നിൽക്കട്ടെ. ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണല്ലോ. കാരണം നിരപരാധികളായ മനുഷ്യരെ വെടിവെച്ച് കൊന്നതാണ് മുത്തങ്ങയിലെ പോലീസ് നടനായിട്ട്. ആ പോലീസിൻ്റെ കോഴിക്കോട് ബേപ്പൂര് മാറാട് കടപ്പുറത്ത് ഇല്ലാതെ പോയി. ഒരു കലാപം നടന്ന 5 പേര് മരിച്ച് ഇത്തിരി കാലം കഴിഞ്ഞിട്ടാണല്ലോ രണ്ടാമത്തെ കലാപം അതേ കടപ്പുറത്ത് നടക്കുന്ന 9 ആൾ മരിച്ചത്. അങ്ങനെയാണല്ലോ 14 ആയത്. എന്തേ പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടില്ലായിരുന്നോ പ്രതികാരമോ തിരിച്ചടികളോ ഉണ്ടാവുന്നില്ല? ആ കടപ്പുറത്ത് എന്തേ ഈ പറയുന്ന ആൻ്റണി മുത്തങ്ങയിൽ പോയി വെടിവെക്കാൻ എല്ലാം ഉത്തരവ് കൊടുത്ത ആൻ്റണി കലാപകുലുഷിതമായൊരു നാട്ടിൽ പോലീസിൻ്റെ കാവൽ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പം പരാജയമാണെന്നുള്ളത്, പോലീസ് പരാജയമാണെന്നുള്ളത് വളരെ കൃത്യം, വ്യക്തം. ഇപ്പം തർക്കം എന്താണ്? ഇപ്പം തർക്കം മാറാട് കടപ്പുറത്ത് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആൻ്റണി പോയപ്പോൾ RSSകാർ തടഞ്ഞ കഥ, കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കാത്ത കഥ, അത് പിണറായി പറഞ്ഞു. അപ്പോഴാണ് ചിലർ പിണറായിയെ തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് വരുന്നത്. നമുക്കതൊന്ന് പരിശോധിക്കാം. ആൻ്റണി വന്നല്ലോ, എന്തിനാ വന്നിരുന്നത്? കുഞ്ഞാലിക്കുട്ടിയോടക്കം ഈ മാറാട് കടപ്പുറം സന്ദർശിക്കാൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്, കൂടെ വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായ രണ്ടാമൻ എന്ന് തന്നെ പറയാവുന്ന കുഞ്ഞാലിക്കുട്ടിയും വന്നു. അപ്പോഴാണ് RSSകാർ പറഞ്ഞത് മാപ്പിളയായ കുഞ്ഞാലിക്കുട്ടിയെ മാറാട് കടപ്പുറത്തേക്ക് കടക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. പ്രശ്നമായി. ആൻ്റണി പേടിച്ചു, ഗസ്റ്റ് ഹൗസിലേക്ക് ചർച്ച കൊളിച്ചു. RSSകാരെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആളുകൾ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. കണ്ടീഷൻ വെച്ചു. എന്താ കണ്ടീഷൻ? കുഞ്ഞാലിക്കുട്ടി വരാൻ പാടില്ല. ആൻ്റണി പറഞ്ഞു. അവരുടെ മുമ്പിൽ കീഴടങ്ങി. കൂടെയുള്ള മന്ത്രിയെ ഗസ്റ്റ് ഹൗസിലിരുത്തി. ആൻ്റണി ഒറ്റയ്ക്ക് പോയി. ഇവിടെ കൂട്ടി വായിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അതിൻ്റെ അതേ വഴിയിലൂടെയാണ് സഖാവ് പിണറായി വിജയൻ പോയത്. നമ്മുടെ വയനാടൻ ഷാജിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത പിണറായി, അയാൾ ആരായിരുന്നു വന്ന്? കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ, സെക്രട്ടറി പിണറായിയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നത്? ബേപ്പൂരിൻ്റെ MLA VKC മുഹമ്മദ് കോയ, മുൻ MLA എളമരം കരീം, ഇല്ലേ? എന്താ പറഞ്ഞത് RSSകാർ പറഞ്ഞത്? മുസ്ലിമായ എളമരം കരീമിനെയും പാലോളി VKC മുഹമ്മദ് കോയും കൂടെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. പാലോളി മുഹമ്മദ് കുട്ടിയും കൂടെ ഉണ്ട്, കോടിയേരിയുണ്ട്, മത്തായി ചാക്കോ ഉണ്ട്, VV ദക്ഷിണാമൂർത്തി ഉണ്ട്, അന്നത്തെ ജില്ലാ സെക്രട്ടറി. അവിടുത്തെ ഏരിയ സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ എന്നാണ് ബീരാങ്കോയ എന്ന് പറയുന്ന സഖാവുണ്ട്, അവരുടെ കൂടെ പോയത്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള മാപ്പിളാരെ കടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് മാറാട് കടപ്പുറത്തേക്ക് പോയ മനുഷ്യൻ്റെ പേരാണ് പിണറായി വിജയൻ. ഇതാ മാറാട് കടപ്പുറത്തോടെ പിണറായി വിജയൻ നടന്നു പോകുന്ന ചിത്രം. അത് ഇതെല്ലാം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുക. എൻ്റെ ഈ വിരൽ നിൽക്കുന്ന ഭാഗത്ത് കാണുന്നത് കടലാണ്. ആ കടൽ തീരത്ത് നിർത്തിയിട്ട പോലീസ് വണ്ടി അടക്കം ഇവിടെ കാണാം. മാറാട് കടപ്പുറം പിണറായി വിജയൻ ഇപ്പറഞ്ഞ ആളുകളുടെ കൂടെ, പാലോളി മുഹമ്മദ് കുട്ടിയുടെ കൂടെ, VKC മുഹമ്മദ് കോയുടെ കൂടെ, എളമരം കരീമിൻ്റെ കൂടെ, ദക്ഷിണാമൂർത്തിയുടെ കൂടെ, മത്തായി ചാക്കോയുടെ കൂടെ, ബാലം വൈദ്യരുടെ കൂടെ സന്ദർശിക്കുന്ന ചിത്രമാണിത്. അപ്പം പറയാണ് പിണറായിയെ തടഞ്ഞു, പിണറായി മാറാടെ പോയില്ലാണ്. പിണറായിനെ തടഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? ആ മാറാട് കടപ്പുറത്ത് ഇതിൽ കൊല്ലപ്പെട്ട ആവത്താൻ ദാസൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്ക് പോയപ്പോൾ
അദ്ദേഹം RSS പിന്നെ BJP പ്രവർത്തകനാണ്, അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവിയോ മറ്റോ ആണ്, അവരുമായി ബന്ധമുള്ള ആളാണ്. ആ വീട്ടിലേക്ക് പോയപ്പോൾ തടഞ്ഞു. അപ്പോൾ പിന്നെ പിണറായി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ RSSൻ്റെ പിന്നെ ക്യാമ്പിലേക്കല്ല, RSSൻ്റെ ശാഖയിലേക്കല്ല വരുന്നത്, ഞാനൊരു മരണ വീട്ടിലേക്കാണ് വരുന്നത്. എന്നിട്ട് ആ വീട്ടിലേക്ക് കയറാതെ പിണറായി മടങ്ങി. കാരണം ഒരു മരണ വീട്ടിൽ പോയിട്ട് കുഴപ്പമുണ്ടാക്കി ഇടിച്ച് കയറാൻ പറ്റില്ലല്ലോ. എന്നാൽ മാറാട് കടപ്പുറത്ത് കത്തിനശിച്ച വീടുകളും തകർക്കപ്പെട്ട സ്ഥാപനങ്ങളും എല്ലാം കണ്ട് അവിടെ ഈ കലാപത്തിനിരയായ ഒരുപാട് ആളുകളെ നേരിൽ കണ്ട് സംസാരിച്ചാണ് ആന്റണി മടങ്ങിയത്. മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ അന്നത്തെ ഫയൽ ചിത്രമെടുത്ത് അന്നത്തെ വാർത്തയെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും മാറാട് കടപ്പുറത്ത് പോയിട്ടുണ്ടാവും. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരങ്ങനെ വരികയാണ്, എന്ത് വലിയ വർത്താനമായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, തലശ്ശേരി കലാപകാലത്ത് 24-25 വയസ്സുള്ള ചെറുപ്പക്കാരൻ മാരകമായ വസൂരി രോഗം പിടിപെട്ട് വീട്ടിൽ കിടക്കുക, എന്നിങ്ങനെ രോഗം മാറി വരുന്നേയുള്ളൂ. ആ രോഗത്തെ വകവെക്കാതെ, മരണത്തെ വകവെക്കാതെ തലശ്ശേരിയുടെ മണ്ണിലൂടെ അരുതേ എന്ന് പറഞ്ഞ് സമാധാനത്തിൻ്റെ സന്ദേശവുമായി നടന്ന MLA പേര് പിണറായി വിജയനാണ്. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? മാറാട് കടപ്പുറത്ത് കലാപം കഴിഞ്ഞപ്പം ഹിന്ദു ക്യാമ്പ് സംഘടിപ്പിച്ചു RSS, മുസ്ലിം ക്യാമ്പ് സംഘടിപ്പിച്ചു ലീഗ് അടക്കമുള്ള ആളുകൾ. 2 മതത്തിൻ്റെ പേരിൽ 2 ക്യാമ്പുകൾ നടന്നപ്പോൾ അവിടെ മനുഷ്യന്മാരുടെ പേരിലുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ ക്യാമ്പിൽ ആദ്യം ആൾ കുറവായിരുന്നു, പിന്നെ 2 ക്യാമ്പുകളിൽ നിന്നും മനുഷ്യന്മാർ അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ആ ക്യാമ്പ് ഇങ്ങനെ വലുതാൻ തുടങ്ങി. അവരുടെ നേതൃത്വത്തിൽ നടന്ന വലിയ സമാധാന ശ്രമത്തിൻ്റെ ഭാഗമായി മാറാട് ശാന്തമായി. ഇടതുപക്ഷത്തിൻ്റെ ഭരണം വന്നു, പിന്നീട് ഒരു കുഴപ്പവും മാറാട് ഉണ്ടായിട്ടില്ല. മനസ്സിലായിനോ? അങ്ങനെയാണ് കലാപഭൂമിയിൽ മരണത്തെ ഭയപ്പെടാതെ പോകണം. അവിടെ കലാപം നടത്തിയവരുടെയോ എതിർത്തവരുടെയോ ചട്ടുകത്തിന് കേട്ടല്ല പോവുക. ഡൽഹി അടക്കമുള്ള തെരുവീതികളിൽ RSSൻ്റെ ബുൾഡോസർ ഉരുണ്ട് വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളത് ബൃന്ദ കാരാട്ട് അടക്കമാണ്. മുഹമ്മദ് അക്താർ കൊല്ലപ്പെട്ടപ്പം, മാംസം ഭക്ഷിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടപ്പം ആ വീട്ടിലേക്ക് കടന്നുപോയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് കലാപ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ മരണത്തെ ഭയപ്പെട്ട് മാറി നിൽക്കലല്ല, ജനങ്ങളുടെ വിശ്വാസത്തിലെടുക്കാൻ, അവർക്ക് ആശ്വാസം പകരാൻ, ആത്മധൈര്യം പകരാൻ പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ നേതാവാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ മാറാട് കടപ്പുറം സന്ദർശിച്ചിട്ടുണ്ട് വളരെ കൃത്യമായി. ഇത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മറവി രോഗമുള്ളവർ ഒന്ന് ഓർമ്മയിലേക്ക് തിരിഞ്ഞു നടക്കുന്നതും നന്നായിരിക്കും.